അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിലാണ് ഉള്ളത്. 10ാം ക്ലാസ്സിലെ ഫിഖ്ഹ് 4ാമത്തെ പാഠം. അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ. അല്ലാഹുവേ, ചെലവഴിക്കുന്നവന് നീ പകരം നൽകണേ അല്ലാഹ്. മലായിക്കത്തിന്റെ പ്രാർത്ഥനയല്ലേ? നലൗ അലാമത്ത് സഹീഹ് ലിൽ അജ്വബത്തി സഹീഹ. ഈ ശരി എന്ന ഉത്തരം എന്ത് ചെയ്യുക? ഈ ശരി എന്നുള്ള ചിഹ്നം എല്ലാ സഹീഹിൻ്റെയും നേരെ ചേർക്കുക. അവിടെ ഞാൻ ഇപ്പം ഒരു കാര്യം പറയാം, ഞാനൊക്കെ ആ ശരി എങ്ങനെ എഴുതാന്ന് അറിയില്ല, ബോക്സൊക്കെ ഉണ്ടാക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്ത് എഴുതാനുള്ളത് ശരിയുള്ളത് കളർ ചെയ്തു റെഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു സംഖ്യ എത്ര തവണ കടം കൊടുത്താലാണ് അത് ദാനം ചെയ്ത കൂലി കിട്ടുക? 1 തവണ, 2 തവണ, 3 തവണ? 2 തവണ. പണത്തിന്റെ ഒഴുക്ക് കാര്യക്ഷമമാക്കാൻ സഹായിക്കും എന്ത്? പലിശ വാങ്ങൽ, കടം കൊടുക്കൽ, കച്ചവടം ചെയ്യൽ. കടം കൊടുക്കുമ്പോൾ ആൾക്കാർ സാധനം വാങ്ങുമ്പോൾ പണത്തിൻ്റെ ഒഴുക്കുണ്ടാകും. 3, പണയ സാധനം സ്വീകരിച്ചവന് അതിൻ്റെ വരുമാനമെടുക്കൽ. ഒരാളൊരു വീടോ വണ്ടിയോ എന്തെങ്കിലും സ്വർണ്ണോ എന്തെങ്കിലും പണയം സ്വീകരിച്ചു, എന്നാൽ അതിൻ്റെ വരുമാനം കാറും കൊണ്ട് നടക്കുക, വീടാണെങ്കിൽ വീട്ടിൽ താമസിക്കുക, സ്വർണ്ണമാണെങ്കിൽ അത് ഇട്ടുകൊണ്ട് നടക്കുക. ഇതൊക്കെ ഹലാലാണ്, പലിശയാണ്, സുന്നത്താണ്. അത് ഹലാലല്ല, അത് പലിശയാണ്, ഹറാമായ പലിശയാകും. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് വേണ്ടി ജാമ്യം നിന്നിട്ടുണ്ട്. 100 ദീനാറിന്, 50 ദീനാറിന്, 10 ദീനാറിന്. പരലോക പ്രതിഫലം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾക്ക് വല്ലതും സൗജന്യമായി നൽകൽ, അതിന് കടം എന്നാണോ ഹിബ എന്നാണോ സ്വതക്ക എന്നാ പറയുക? പരലോക സ്വതക്ക എന്നാ പറയുക അല്ലേ? അപ്പം അതുമായി ഇനി അടുത്ത ചോദ്യം. നുജീബു ബി കലിമ, ഒറ്റ വാക്കിൽ ഉത്തരം പറയാനാ. മക്കൾക്ക് ദാനം ചെയ്യുമ്പോൾ പാലിക്കണം എന്ത്? തുല്യത. 2, തിരിച്ചടക്കാൻ കഴിയുമെന്ന് വ്യക്തമായി ഉറപ്പില്ലാത്തവൻ കടം വാങ്ങൽ ഹറാം. തിരിച്ചടക്കാൻ കഴിയൂലെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട? കടം വാങ്ങൽ ഹറാമാണ്. ഒരാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അത് സ്വീകരിക്കൽ. ഒരാൾ 500 ഉറുപ്പിക സൂക്ഷിക്കുക വെച്ചാൽ സ്വീകരിക്കൽ എന്താണ്? സുന്നത്ത്. അത് ചിലവാക്കാനൊന്നും പറ്റൂല, അത് സൂക്ഷിച്ചിങ്ങനെ വെക്കുക, സുന്നത്താണ്. 4, ഒരാൾക്ക് വല്ലതും ആദരവോടെ നൽകുന്നതിന് എന്താ പറയുക? അതിന് ഹദിയ എന്നാ പറയുക. ഹദിയ, ഹിബത്ത്, സ്വതക്ക, അങ്ങനെ കുറേ ഇല്ലേ? ഹിബത്ത് ഉള്ളിപ്പുരും സ്വതക്കയും ഹദിയൊക്കെ കേട്ടോ. തഖ്സീസ്. ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എഴുതുക. കടം എന്നാൽ എന്ത്? നല്ല ചോദ്യ. ഉത്തരം: തുല്യമായത് തിരിച്ചു നൽകാമെന്ന നിബന്ധനയിൽ മറ്റൊരാൾക്ക് വല്ലതും നൽകുക. തുല്യമായത് തിരിച്ചു നൽകാമെന്ന നിബന്ധനയിൽ മറ്റൊരാൾക്ക് വല്ലതും നൽകുക. അതാണ് കടം എന്ന് പറഞ്ഞാൽ. 2, കടം വാങ്ങിയവൻ തിരിച്ചടക്കുമ്പോൾ അവന് സുന്നത്താണ് എന്ത്? തിരിച്ചു കൊടുക്കുമ്പോൾ അവന് സുന്നത്താണ് എന്ത്? കടം വാങ്ങിയവൻ തിരിച്ചു കൊടുക്കുമ്പോൾ സുന്നത്താണ് എന്ത്? കടം വാങ്ങിയവൻ തിരിച്ചു കൊടുക്കുമ്പോൾ അവന് സുന്നത്താണ് എന്ത്? അളവിലും തൂക്കത്തിലും കൂടുതലാക്കലും, നല്ലത് തിരിച്ചു നൽകലും. തന്ന അളവിനേക്കാൾ തോന്നെ അളവ് കൊടുക്കുക, തന്ന തൂക്കത്തിനേക്കാൾ തോന്നെ തൂക്കം കൊടുക്കുക, അല്ലെങ്കിൽ തന്നതിനേക്കാൾ മെച്ചപ്പെട്ടത് മുന്തിയത് കൊടുക്കുക. 3, കടത്തിന് പ്രമാണമായി എന്തെല്ലാം നൽകാം? പണയം നൽകാം, ജാമ്യം നൽകാം, സാക്ഷി നൽകാം. അടുത്ത ചോദ്യം 4, എന്താണ് ഹദിയ? ആദരവോടെ ഒരാൾക്ക് വല്ലതും നൽകൽ, അതാണ് ഹദിയ പറഞ്ഞാൽ. എന്താണ് ഹിബത്ത്? ഒരാൾ തൻ്റെ ജീവിതകാലത്ത് മറ്റൊരാൾക്ക് എന്തെങ്കിലും സൗജന്യമായി നൽകൽ, അതാണ് ഹിബത്ത്. വസിയത്ത് കുറേ വരാണ്ട്,
അതാണ് ഹിബത്ത് പറഞ്ഞാൽ. ഞാറ് സ്വതക്ക നൽകൽ ഏറ്റവും ഉത്തമമായത് ആർക്കൊക്കെ? കുടുംബക്കാര്, അയൽവാസികൾ. അപ്പോൾ 6 ചോദ്യങ്ങളായി ഉത്തരങ്ങളായി. ഇനി കടം വാങ്ങൽ കൊടുക്കൽ എന്ന വിഷയത്തിൽ ഒരു ലേഖനം തയ്യാറാക്കുക. ഒരു ലേഖനം ഉണ്ടാക്കണം. ഉണ്ടാക്കിയാലോ? പുസ്തകത്തിൽ തന്നെ ഉണ്ടത്, പുസ്തകത്തിലുള്ള തന്നെയാണ്. തുല്യമായത് തിരിച്ചു നൽകാമെന്ന നിബന്ധനയിൽ മറ്റൊരാൾക്ക് വല്ലതും നൽകുന്നതാണ് കടം. കടം കൊടുക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് 2 തവണ ഒരു സംഖ്യ കടം കൊടുത്താൽ ആ സംഖ്യ ഒരു തവണ ദാനം ചെയ്തതുപോലെയാണ്. കടം നൽകുന്നത് മൂലം മാർക്കറ്റിനെ സാമ്പത്തികമായി ചലിപ്പിക്കാനും പണത്തിൻ്റെ ഒഴുക്ക് കാര്യക്ഷമമാക്കാനും അഭിവൃദ്ധിപ്പെടുത്താനും സാധിക്കും. തിരിച്ചടക്കാൻ കഴിയുമെന്ന് വ്യക്തമായി ഉറപ്പില്ലാതെ കടം വാങ്ങുന്നത് നിഷിദ്ധമാണ്. കടം വാങ്ങിയതിനേക്കാൾ അളവിലോ തൂക്കത്തിലോ കൂടുതലായോ നല്ലതോ തിരിച്ചു കൊടുക്കുന്നത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മെച്ചമായ കടം വീട്ടുന്നവന് നിങ്ങൾ ഉത്തമരാണ്. കടം വാങ്ങിയവൻ സമാനമായ വസ്തുക്കളിൽ അതേ വസ്തുവും അല്ലാത്തവയിൽ അതിൻ്റെ മൂല്യത്തിലുള്ളതും തിരികെ നൽകണം. പിന്നെ കടം വീട്ടാതെ മരിച്ചാൽ അതിനുള്ള സംഖ്യ മാറ്റിവെച്ചതിനു ശേഷം മാത്രമേ അനന്തര സ്വത്ത് അവകാശികൾക്കിടയിൽ വീതിക്കാവൂ. കടം വീട്ടാൻ കഴിയില്ലാത്തവനോട് ചോദിച്ചു വിഷമിപ്പിക്കാതെ അവധി നീട്ടിക്കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കടം തിരിച്ചടക്കാൻ ബുദ്ധിമുട്ടുന്നവന് കടത്തിൻ്റെ തീയതി വരുന്നതിന് മുമ്പ് അവധി നീട്ടി നൽകിയാൽ ഓരോ ദിവസവും ഓരോ ദാനത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. തീയതി കഴിഞ്ഞിട്ടും അവൻ കൂടുതൽ സമയം നൽകിയാൽ ഓരോ ദിവസവും അതിൻ്റെ ഇരട്ടി പ്രതിഫലം ലഭിക്കും. കടത്തിന് പ്രമാണമായി പണയം, ജാമ്യം, സാക്ഷി എന്നിവ നൽകാം. നിഷേധിച്ചു കളയാതിരിക്കാൻ വേണ്ടിയാണ് സാക്ഷി. പാപ്പരായി പോയാൽ കൊടുത്തവന് തൻ്റെ ധനം തിരിച്ചു കിട്ടും എന്ന ഉറപ്പിനും മനസ്സമാധാനത്തിനും വേണ്ടിയാണ് ജാമ്യവും പണയവും കേട്ടോ. ഒഴിക്കണ്. പണയം അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പടയങ്കി ഒരു ജൂതന്റെ അടുക്കൽ പണയം വെച്ച് ഭക്ഷണ സാധനം വാങ്ങിയിരുന്നു. പിന്നെ പണയം സ്വീകരിച്ച ആൾക്ക് പണയ സാധനത്തെ ഉപയോഗിക്കാനോ അതിൻ്റെ വരുമാനം എടുക്കുവാനോ പാടില്ല. അത് പലിശയാകും. ഉപകാരവും പണയം നൽകിയവൻ തന്നെയാണ് അതിൻ്റെ എല്ലാ ചിലവുകളും അവൻ തന്നെ വഹിക്കുകയും വേണം. ഉപകാരവും അതുപോലെ തന്നെ പണയം നൽകിയവന് തന്നെയാണ് അതിൻ്റെ എല്ലാ ചെലവുകളും വഹിക്കേണ്ടത്. കടത്തിൻ്റെ അവധി കഴിഞ്ഞാൽ പണയം വാങ്ങിയവൻ്റെ സമ്മതത്തോടെ വസ്തുവിൻ്റെ ഉടമക്ക് പണയവസ്തു വിൽക്കാവുന്നതാണ്. പണയം വെച്ചോന് വിൽക്കാം. പണയം വെക്കപ്പെട്ടവൻ്റെ സമ്മതത്തോടുകൂടെ, പണയം സ്വീകരിച്ചവൻ്റെ സമ്മതത്തോടുകൂടെ. പിന്നെ വിറ്റുകഴിഞ്ഞാൽ അങ്ങനെ വയ്ക്കണം. വിറ്റുകഴിഞ്ഞാൽ ഇത് അറബി മലയാളം അയക്കാം കേട്ടോ. ഇത് എഴുതാൻ വിട്ടുപോയി. അപ്പോൾ പിന്നെ അങ്ങനെ എഴുതി. വിറ്റുകഴിഞ്ഞാൽ പണയക്കാരൻ്റെ കടം വീട്ടിയ ശേഷമേ മറ്റു കടക്കാർക്ക് അവകാശമുണ്ടായിരിക്കുകയുള്ളൂ. ഇനി കടം നൽകിയവനാണ് പണയവസ്തു വിൽക്കുവാനുദ്ദേശിക്കുന്നതെങ്കിൽ ഉടമ അത് സമ്മതിക്കേണ്ടതാണ്. പണയം നൽകിയവനെ പണം വെച്ചാളുണ്ടല്ലോ, പറഞ്ഞ വിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കാൻ തയ്യാറാകുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പണയം വെച്ച മുതലാളി എന്ത് ചെയ്യണം? ഉടമ എന്ത് ചെയ്യണം? അത് സമ്മതിക്കണം.
വെക്കാൻ പറ്റൂല എന്നാണ് ഇടങ്ങാറാക്കരുത്. പണയം സ്വീകരിച്ചതിന് എന്തിനാ കൊടുങ്ങുമ്പോൾ അത് വിറ്റാനൊക്കെ ആയിട്ടും കരുതിയിട്ടാണ്. അള്ളാഹു നീ കബൂലാക്കണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനേ, നിന്റെ മഹളോയ ഫള് കൊണ്ട് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് എല്ലാ കുറ്റങ്ങളും നീ പൊറുത്തു തരണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ബന്ധപ്പെട്ടവരുണ്ട്, രക്തബന്ധത്തിലുണ്ട്, കെട്ടുബന്ധത്തിലുണ്ട്, ഇഷ്ടബന്ധത്തിലുണ്ട്, അയൽവക്കത്തുണ്ട്. എല്ലാവർക്കും നീ ഇതിന്റെ മിസിൽ സവാബ് കൊടുക്കണേ അല്ലാഹ്. അവരെല്ലാം അവർ കണ്ണെത്താ ദൂരം വിശാലാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവർക്ക് ക്ഷീണം നൽകി, രോഗം നൽകി, സാമ്പത്തികമായ പ്രയാസം നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹ് ഞങ്ങൾക്ക് യതീമെന്ന പേര് വരുത്തുന്ന സാഹചര്യം എത്തിക്കല്ല റബ്ബേ. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് നിന്റെ ഇഷ്ടത്തിലായി ആരോഗ്യത്തോടെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.